മഞ്ജു മുരുകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെന്താണ്, എന്തുകൊണ്ട് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ മുരുകന് മഞ്ജു കൊടുക്കുന്നത്? അപ്പൊ മഞ്ജു മുരുകൻ എങ്ങനെയാണ്? മഞ്ജു മുരുകൻ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലുള്ള മുരുകന്റെ അമ്പലമാണ്. അവിടെ അതിന്റെ കഥയും പറയുന്നുണ്ട്. ഏതൊരു സമയത്ത് ഒരു കുട്ടി മഞ്ജു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ കാണാതായി, മുരുകൻ കൊണ്ടുപോയി എന്നൊക്കെയാണ് അതിന്റെ വിശ്വാസം. ഞാൻ അന്ന് വന്നപ്പോൾ ജസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതേ കാര്യം തന്നെയാണ് എനിക്ക് കരുതുന്നത്. ഒരിക്കലും എന്റെ അനുഭവം ഒരാളുടെ അനുഭവം തമ്മിൽ അതെന്തോ മോശം ഇത് നല്ലതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. ഓരോരുത്തരുടെ മനസ്സിലും ഓരോരുത്തർ രീതിയിലാണ് അവർ ഓരോന്നിനും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാൻ അന്നൊരു കളഭം ചാർത്തിയതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നു. അത് ഭഗവാൻ ആ അമ്മ തന്ന ഓടക്കോടെ എടുത്തതായിട്ട് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു. അതുപോലെ ഒരാൾ എടുത്തതായിരിക്കാം അത്, അല്ലെ? ആ എടുത്തതിനെ പിന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് അവിടെ മഞ്ജു വെച്ച് പൂജിച്ചാൽ ഇത് നടക്കുന്ന രീതിയിലേക്ക് വരികയും പിന്നീട് അവിടെ മഞ്ജു പ്രസാദമായിട്ട് വരുന്ന ആൾക്കാർക്ക് എനിക്ക് മഞ്ജു പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈശ്വരന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തും കൊടുക്കാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ വെണ്ണ മനസ്സിന്റെ പ്രതീകം എങ്ങനെയാവുന്നത്, എന്ത് കൊടുക്കുമ്പോഴും മനസ്സാണ് കൊടുക്കുന്നത്. നമുക്ക് ഇത് എടുത്ത് പറിച്ച്, ഞാൻ പറയും ചങ്ക് പറിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ.